ചെറുതായിട്ട് വന്ദേ ഭാരതിൽ പോവാന്ന് വിചാരിച്ചു, അതും ഇങ്ങനെ കാൽ തന്നെ തുള്ളിക്കൊണ്ട് നമ്മ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആദ്യമായിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ കയറുന്ന സന്തോഷത്തില് നമ്മളെ ട്രെയിൻ ആണെങ്കിൽ ദൂരെ ബ്രേക്ക് ഇട്ട് നിർത്തി. എന്ത് കഥ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പശുവമ്പ തട്ടിട്ട് വണ്ടിക്ക് ഡാമേജ് ആയി, ചെറുതായിട്ടൊരു പൊട്ടല്. പോലീസും റെയിൽവേക്കാരെല്ലാം കൂടിയിട്ട് തട്ടലും മുട്ടലെല്ലാം ഇത് സെറ്റാക്കിക്കൊണ്ട് ഷെട്ടിനെയും ബട്ടനും കൊണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ തന്നെ നമ്മളെ വണ്ടി റെഡിയായി, നമ്മ തുള്ളിച്ച് കയറി ഇരുന്നപ്പോ എന്നെ ചായവും ബിസ്ക്കറ്റും വന്നു. അങ്ങനെ അതും കുടിച്ച് ഇങ്ങനെ വൈബായിട്ട് നിൽക്കുമ്പോ അടുത്തതെത്തി ബ്രേക്ക്ഫാസ്റ്റ്. വട ഇഡലി ഉപ്പുമാവാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വടയും ഇഡലിയെല്ലാം തട്ടി കയറ്റി. പക്ഷെ ഉപ്പുമാവാണെങ്കിൽ ഇഷ്ടമില്ലാത്ത സാധനം. ബട്ട് ഈ ഉപ്പുമാവ് നല്ല ഡബ്ല്യു സാധനമായിരുന്നു, നല്ല മജുണ്ട്. അതിനെല്ലാം തട്ടി കയറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ കക്കൂസ് എക്സ്പ്ലോർ ആക്കാൻ ഇറങ്ങി. സത്യം പറഞ്ഞെങ്കിൽ ഇത്രേ ചേലിന്റെ കക്കൂസ് ഇന്ത്യയിലെ വേറെ ഒരു ട്രെയിനിലും ഞാൻ കണ്ടിട്ട. നല്ല കിടിലം പ്രീമിയം ടച്ചിലോറാക്കി വെച്ചിരി. നമ്മ നല്ല കാര്യത്തിന് നല്ലതെന്ന് പറയണം, ബെടുക്ക് കാര്യത്തിന് ബെടുക്കെന്ന് തന്നെ പറയണം. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഇപ്പത്തെ ഗവൺമെന്റ് നമ്മളെ റെയിൽവേ സെക്ടറിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ വയ്യ. പണ്ടത്തെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പത്തെ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ ഫുള്ള് മജയാക്കിനിപ്പോ. അതേപോലെ തന്നെ 2019 മുമ്പ് ഇന്ത്യക്കാർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു വന്ദേ ഭാരത് ട്രെയിൻ നമ്മൾ ഗവൺമെന്റ് നമുക്ക് സെറ്റ് ആക്കി തരും. വികസിത് ഭാരത് എന്ന് പറയുന്നത് വെറും പേരല്ല, അത് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ആക്കിക്കൊണ്ടുള്ള മെയിൻ എക്സാമ്പിൾ ആണ് ഇതല്ല. അപ്പൊ മോദിജിക്ക് എന്റെ ഒരു സെല്യൂട്ട്. കണ്ണൂർ എത്തിയപ്പോഴത്തേനും വന്ദേ ഭാരത് ഫുള്ളായി. ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഷെട്ടി കാണിക്കാൻ ഇവിടെ സാധനം ഉണ്ട് കുത്തിക്കോ. പണ്ടാര നെറ്റ്വർക്ക് ഇല്ല എന്ന് പറയുമ്പോ ബട്ട് പറയും എന്താ ഫ്രീ വൈഫൈ ഉണ്ട്. വേറെ എന്ത് വേണോ? ഒരു ഉറക്കല്ല പാസ്സാക്കിട്ടായപ്പോഴത്തേനും നമ്മ തൃശ്ശൂർ എത്തി. അങ്ങനെ വന്ദേ ഭാരതിന് ടാട്ടയും കൊടുത്തിട്ട് നമ്മ തൃശ്ശൂർ ഇറങ്ങി. അപ്പൊ ഗുരുവായൂർ വ്ളോഗ് കാണേണ്ടവർ ഇപ്പൊ തന്നെ ഫോളോ ആക്കിയിരുന്നോ.